ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ക്രിസ്മസിന് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ചിക്കൻ സ്റ്റൂ. ഞാൻ ചെയ്യുന്നത് ഇന്ന് എൻ്റെ അമ്മയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ അത് കണ്ടു നോക്കാം. ആദ്യം നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി ഇതിലേക്ക് 4 കഷ്ണം ഗ്രാമ്പൂ, 4 ഏലക്ക, ഒരു 2 ഇഞ്ച് കഷ്ണം സിനമൺ. ഇതിലേക്ക് 2 ടീസ്പൂൺ പെപ്പർകോൺസ്, കുരുമുളക് ഹോളായിട്ട്. ഇതെല്ലാം ഇട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ സവാള ഇടും. ഓക്കെ, പൊട്ടി തുടങ്ങി. ഇതിലേക്ക് ഒരു സവാള, ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത്, അതിനൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി സ്ലൈസ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ തന്നെ. ഇപ്പോൾ സ്റ്റൂ സാധാരണ വെളുത്തായിരിക്കുക കേട്ടോ, അതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ഇടാറില്ല. ആവശ്യത്തിന് എരിവ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ കുരുമുളകിൽ നിന്നും ചില്ലീസിൽ നിന്നും നമുക്ക് കുറച്ച് ചില്ലിയും ചേർക്കാം. ഞാനൊരു 3 മുളക് ചേർത്തിട്ടുണ്ട്, പച്ചമുളക് 3. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അണിയൻസ് ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഇതിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സ്റ്റൂ ഉണ്ടാക്കുമ്പം ബ്രൗൺ ആക്കാറില്ല, ലൈറ്റായിട്ട് സോഫ്റ്റ് ആയാൽ മാത്രം മതി. സ്റ്റൂവിൻ്റെ ഫ്ലേവറിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇടുന്ന സ്പൈസസും ആ തേങ്ങാപ്പാലുമാണ്. നല്ലൊരു രുചിയുള്ള ഒരു ഡിഷാണ് ചിക്കൻ സ്റ്റൂ. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർക്കാം, ചെറിയൊരു പിടി. ഇപ്പോൾ അണിയൻസൊക്കെ ഒന്ന് സോഫ്റ്റായി, സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി. ഈ സമയത്ത് ചിക്കൻ, ഞാൻ 700 ഗ്രാം ചിക്കൻ എടുത്തേക്കുന്നത്. സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മീഡിയം, വലിയ പീസസ് എടുക്കത്തില്ല, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. ഈ ഒരു സൈസിലുള്ള പീസസ്. 700 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇത് കുറച്ച് നേരം 2-3 മിനിറ്റ് എടുത്ത് ചിക്കനെ ഒന്ന് സോട്ടേ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ സോട്ട് ചെയ്യുന്നത്, ചിക്കൻ മൊത്തത്തിലൊരു വെള്ള നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ സോട്ടയിങ് നിർത്താം കേട്ടോ. അതുവരെ കുക്ക് ചെയ്യുക, സോട്ട് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ. അപ്പോൾ നോക്കിയാൽ ഇതിനകത്ത് വെള്ളമൊന്നുമില്ല, ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ചിക്കൻ മൊത്തം ഒരു വെള്ള നിറമായി. ഈ സമയത്ത് 2-ാം പാൽ, 1.5 കപ്പ് 2-ാം പാൽ ചേർക്കാം. അതിനൊപ്പം തന്നെ ക്യാരറ്റ്, പൊട്ടാറ്റോസ് അങ്ങനെയുള്ള വെജിറ്റബിൾസ് നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1 ക്യാരറ്റ്, 2 ചെറിയ പൊട്ടാറ്റോ എടുത്തേക്കാം. ഇനി തീ കുറച്ച് ചെറിയ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് കുക്കാവണം. പിന്നെ ഫ്ലേവേഴ്സ് എല്ലാം കൂടി ഇൻഫ്യൂസ്ഡ് ആവും. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 25 മിനിറ്റ് കുക്ക് ചെയ്യാം. നല്ല മണം. ചിക്കൻ സ്റ്റൂ കുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 25 മിനിറ്റ്സോടെ നമ്മൾ കുക്ക് ചെയ്തു. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ടുണ്ട്. അപ്പോൾ അടുത്ത അടുപ്പിലേക്ക് ഞാൻ കടുക് പൊട്ടിക്കാനായിട്ടൊരു പാത്രം വെക്കുകയാണ്. കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യോ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ. ഇത്
ഇത് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ടൊമാറ്റോസും കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. ഒരു ടൊമാറ്റോസ് അധികം കുക്കാകത്തില്ല, ജസ്റ്റ് ടൊമാറ്റോ ആയിട്ട് തന്നെ കിടക്കത്തേ ഉള്ളൂ. ആ രീതിയിലാണ് ഞാൻ ഇടാറ്. ഒരു ടൊമാറ്റോ ഒരെട്ടായിട്ട് നുറുക്കി ഇട്ടേക്കുക. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ടൊമാറ്റോ ചേർക്കുന്നത്. നെയ്യ് ചൂടായി, ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ചുവന്നുള്ളി, ഞാനൊരു 8 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്തത് അതിനകത്തേക്ക് ചേർക്കും. നെയ്ക്കകത്ത് ചുവന്നുള്ളി മൂപ്പിക്കാൻ പ്രത്യേക ഒരു വാസനയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി ലീവ്സ് കൂടെ ആഡ് ചെയ്യാം. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്, അതാണ് സ്റ്റൂവിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. അതാണ് ആ കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ ഉള്ള മണം പ്രത്യേക രുചി കൊടുക്കും സ്റ്റൂവിന്. ഓക്കെ, ഗോൾഡൻ ബ്രൗൺ കളറായി. ഇതിലേക്ക് 2 ചുമന്ന മുളക്, ഉണക്കമുളക് നുറുക്കിയിട്ടേക്കുന്ന അത് ഇതിനകത്തേക്ക് ഇടാം. ഇനി നമ്മൾ സാധാരണ കടുക് പൊട്ടിച്ച് ഇതിനകത്തേക്കാണല്ലോ ഒഴിക്കുക. ഞാൻ ഒഴിക്കുന്നത് എൻ്റെ അമ്മ ചെയ്യുന്ന രീതിയാണ്. കടുക് പൊട്ടിച്ച് 1/4 പാലിലേക്ക് ഒഴിച്ച് അടച്ചു വെക്കും കുറച്ച് നേരം. ഇവിടെ 1/4 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, 3/4 കപ്പ് 1/4 പാൽ. ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം. അപ്പം അതിൻ്റെ ഫ്ലേവർ ഫസ്റ്റ് മിൽക്കിലേക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്യൂസ്ഡ് ആവും. എന്നിട്ട് വേണം ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട്. ഇനി നമുക്ക് 1/4 പാല് അടച്ചു വെച്ച് നമ്മൾ കടുക് പൊട്ടിച്ചിനകത്ത് ഒഴിച്ചു വെച്ചു. ഇതിനി ഇതിനകത്തേക്ക് ഒഴിക്കാം. തിളയ്ക്കുന്ന ഗ്രേവിയിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇപ്പം തന്നെ ഓഫ് ചെയ്യുക. ഈ ഒരു ചിക്കൻ സ്റ്റൂവിന് ഭയങ്കര രുചിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കടുക് പൊട്ടിച്ചിനകത്തേക്ക് ഒഴിക്കുമ്പോൾ ഇല്ല, പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇത് ഞാനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റുകയാണ്. കുറുകാനായിട്ട് നമ്മൾ മൈദയോ ഒന്നും ഇടത്തില്ല കേട്ടോ, ജസ്റ്റ് ആ തേങ്ങാപ്പാലിൻ്റെ ഒരു കട്ടി മാത്രം മതി. അപ്പോൾ ഈ ക്രിസ്മസിന് ഇപ്രാവശ്യം നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നമുക്ക് നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. Till then, take care. Bye-bye.